ഇക്കൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. വാഴമാണി പറയും, ചിലവർ വാഴക്കൂമ്പ് എന്നൊക്കെ പറയില്ലേ. ഇതിൻ്റെ പൊടിയാണ്. ഇത് ഇങ്ങനെ ഒരു തേനൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ തേനൊക്കെ ഇങ്ങനെ ഉറിഞ്ചി കുടിക്കില്ലേ. അപ്പോഴൊക്കെ അതൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതൊരു തോരൻ വയ്ക്കാനാണ്. കുപ്പായമെല്ലാം ഫുള്ളും ഊരിയെടുക്കട്ടെ. അപ്പോൾ ഇത് കഴിച്ചവരും ഉണ്ടാകും, കഴിക്കാത്തവരും ഉണ്ടാകും. അപ്പോൾ കഴിക്കാത്തവരും നേരാക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. ഇതിങ്ങനെ നമ്മളുടെ ഈ മൂപ്പാവണ വരെ പൊട്ടിക്കണം. പിന്നെ ഒരു സോഫ്റ്റായിട്ട് വരും കേട്ടോ. ഇതള പോലെ നല്ല ഇതളൊക്കെ സോഫ്റ്റായിട്ട് അവിടെ വരുമ്പോൾ പിന്നെ നമ്മൾ മുറിക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ പൊടിയായിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കുക. ഇതിങ്ങനെ ഇനി കുനുകുനാന്ന് മുറിക്കണം കേട്ടോ. പൊടിയായിട്ട് മുറിക്കണം. ആദ്യം ഇങ്ങനെ ചെറുതാക്കി മുറിക്കുക. പിന്നെ ഇവിടെ എത്തുമ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കൈ പോയെന്നെ. ഇങ്ങനെ ആക്കിയിട്ട് എത്ര പൊടിയാക്കി മുറിക്കാൻ പറ്റണോ അത്രയും പൊടിയാക്കി കുനുകുനാന്ന് മുറിക്കുക. പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ ആക്കുക. നമ്മളുടെ ഒരു ഐഡിയ പോലെയൊക്കെ ഇങ്ങോട്ട് മുറിക്കുക തന്നെ കേട്ടോ. എന്തായാലും വളരെ പൊടിയായി മുറിക്കണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ തൊലിച്ച് കളയണ്ട കേട്ടോ. നമുക്ക് ഈ ഒരു ഇങ്ങനെ ഒരു എതള് സോഫ്റ്റ് ആയിട്ടുള്ളത് പോലെ വരുമ്പോൾ നിർത്തണം കേട്ടോ. നമ്മളിങ്ങനെ ഈ ഡ്രസ്സ് ഇത് നമ്മളിതിങ്ങനെ ഊരിക്കളയണതേ പകുതി അങ്ങനെ ആകുമ്പോൾ നിർത്തണം. അപ്പോൾ ഒട്ടും അറിയാത്തവർക്കൊക്കെ കേട്ടോ. ചിലവർ വാഴക്കൂമ്പ് ഇതുപോലെ വാഴമാണി എന്ന് പറയില്ലേ, ഇതുപോലെ വാഴമണി മുറിക്കാൻ അറിയാത്തവരും വയ്ക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കാണ് കേട്ടോ ഞാനീ പറഞ്ഞത്. ഇത് മുറിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ലേശം വെളിച്ചെണ്ണ തടവി വെക്കുക കേട്ടോ. അതായത് വെളിച്ചെണ്ണ ലേശം ഒഴിച്ചിട്ട് നല്ലപോലെ തിരുമ്പി വെക്കണം കേട്ടോ. അപ്പോൾ ആ കറയൊക്കെ ഒന്ന് മാറിക്കിട്ടും. വാഴക്കൂമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞു കൈയൊക്കെ കളർ ഇങ്ങനെ ആയിട്ടാ. അതൊക്കെ പോകും കേട്ടോ കുറച്ച് എണ്ണ തേച്ച്. അപ്പോൾ നമുക്കിത് മുറിച്ച് കഴിഞ്ഞതും ഒരു ലേശം എണ്ണ അങ്ങനെ തടവി വെക്കണം കേട്ടോ. അപ്പോൾ ഒരു കറുത്ത കളറൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഓയിലല്ല കേട്ടോ, വെളിച്ചെണ്ണ തടവിടുന്നതാണ് നല്ലത്. ഇങ്ങനെ എണ്ണ ഇങ്ങനെ തടവി വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കറിയൊക്കെ ഇങ്ങോട്ട് മാറിക്കിട്ടും. ഒരു കറുത്ത കളറൊക്കെ ഇങ്ങോട്ട് പോകും. ഞാനിപ്പോൾ നാളെ വയ്ക്കാനാണ് കേട്ടോ. ഇന്ന് രാത്രിനൊക്കെ മുറിച്ച് സെറ്റപ്പ് ചെയ്ത് വെക്കുകയാണ്. രാവിലെ എണീറ്റാൽ അതിനൊന്നും നേരമൊന്നും അധികം കിട്ടില്ല. പിന്നെ സ്പീഡിൽ അങ്ങോട്ട് പണിയെടുക്കേണ്ടി വരും. ഞങ്ങൾക്ക് രാത്രി ചെയ്ത് വെക്കുകയാണ്. എണ്ണയൊക്കെ തേച്ചപ്പോൾ കണ്ടില്ല ഇങ്ങനെ ഒലർന്ന് ഇങ്ങനെ വരുന്നുണ്ട. ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല കേട്ടോ. ആ കറയൊക്കെ ഒന്നും ഇങ്ങോട്ട് മാറിക്കിട്ടും. ദോശയ്ക്കൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. മുരിങ്ങക്കായും വെണ്ടയ്ക്കൊന്ന് സാമ്പാർ വയ്ക്കാനാണ്. ഈ മുരിങ്ങക്കായ ഞാൻ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നാൾ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലൊക്കെ ഒരുപാട് മുരിങ്ങക്കായൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് മുരിങ്ങക്കായൊക്കെ തന്നതാണ്. മുരിങ്ങക്കായും വെണ്ടയ്ക്കിട്ടൊരു സാമ്പാർ വെക്കണം എന്നാണ് ഞാൻ സമയമായിട്ടന്ന്. ഇന്നിത്തിരി എണീക്കാൻ വൈകുകയും ചെയ്തു. ഒക്കെ പോയി കഴിഞ്ഞത് ഞാൻ അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ അലാറം അടിച്ചത് ഫോണ് തീരെ സൗണ്ട് കുറഞ്ഞു പോയി. അലാറം അടിച്ചതും അറിഞ്ഞില്ല. അപ്പം മുരിങ്ങക്കായും വെണ്ടക്കായൊക്കെ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ദോശയ്ക്ക്. ഇപ്പോൾ തണുപ്പായത് കൊണ്ട് തന്നെ മാവ് പെട്ടെന്ന് അങ്ങോട്ട് പൊന്തിക്കിട്ടുന്നുണ്ട്. ഇഡ്ഡലി വേണമെങ്കിലും ഉണ്ടാക്കാം, ദോശ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ എന്തായാലും ദോശയാക്കട്ടെ. ഒന്ന് ഇഡ്ഡലി ഉണ്ടാക്കട്ടെ. ദോശ മതി. ഇവിടൊക്കെ ദോശയാണ്. ദോശ വേഗം ഇഡ്ഡലിയെ വേഗം ആവുക, ദോശയല്ല. ഇത് കോളിഫ്ലവറാണ് കേട്ടോ. ഇവർക്ക് സ്കൂളിലേക്ക് ഒന്ന് പൊരിച്ചു കൊടുക്കാൻ. കുറേ ദിവസമായി സ്കൂളിലേക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട്.
ഇപ്പം ഇന്ന് ലേശം കല്ലുപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ചതാണ്. ഇതൊന്ന് ഇങ്ങനെ പച്ചവെള്ളത്തിലൂടെ കഴുകിയെടുക്കട്ടെ. ഇത് വെറുതെ ഇങ്ങനെ ചിക്കൻ പൊടിയൊക്കെ ഇട്ടൊന്ന് പൊരിച്ചെടുക്കാനാണ്. മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യണം കേട്ടോ. എനിക്കിപ്പോൾ അതിനുള്ള നേരമൊന്നുമില്ല. ഞാനിപ്പോൾ അതുപോലെ തന്നെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. കളർ കൂടി അധികം കളറൊന്നുമില്ല. സാമ്പാർ വയ്ക്കാൻ പരിപ്പിൽ തക്കാളി, പച്ചമുളക്, സബോള, 2-3 കഷ്ണം കുടംപുളി ഇട്ട് അതെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് കായമാണ് കേട്ടോ, പെരുങ്കായം എന്ന് പറയും. കായപ്പൊടി ഇല്ല, അപ്പോൾ ഇത് കായമാണ്. ഇത് വെന്തതിന് ശേഷം വെണ്ടയ്ക്കൊക്കെ വഴറ്റിയിട്ട് ഇതിലിട്ട് കൊടുക്കാം. ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ ഫ്ലവർ വറുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് വറുത്തെടുത്തു. വെണ്ടയ്ക്കൊന്ന് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പരിപ്പൊക്കെ വെന്ത് കേട്ടോ, പരിപ്പ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. മുരിങ്ങക്കായ ഇട്ടിട്ടുണ്ട്. പിന്നെ വാട്ടി വെച്ച വെണ്ടയ്ക്കയും കൂടെ ഇട്ടിട്ടുണ്ട്. സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. ഒരു 10 രൂപൻ്റെ സാമ്പാർ പൊടി ഇട്ട് കേട്ടോ. ക്വാളിറ്റി സാമ്പാർ പൊടിയാണ്. സാമ്പാർ പറഞ്ഞാൽ പെട്ടെന്ന് ആവണ പണിയാണല്ലേ. പക്ഷെ വറുത്തരയ്ക്കാണ്ട് വെക്കുകയാണെങ്കിൽ കേട്ടോ, വറുത്തരച്ചിട്ടാണെങ്കിൽ പറ്റില്ല. കുറച്ച് കട്ടി വെള്ളം ഒഴിച്ചു. എടാ മോനെ, എടാ മോനെ, ഇപ്പോൾ അതാ സാമ്പാറിന് തിളക്കട്ടെ. സാമ്പാറായിട്ടാണ് സാമ്പാർ കടുക് വറുത്തതും ഈ ചട്ടിയിൽ തന്നെ ചട്നിയും കടുക് വറുക്കാം. മോള് കഴിച്ചിട്ട് പോകാൻ റെഡിയായി നിൽക്കണം കേട്ടോ. അതിലിതാ ദോശയും സാമ്പാറും ചട്നിയൊക്കെ കഴിക്കുകയാണ്. കഷ്ണങ്ങളൊന്നും അവൻ എടുക്കില്ല. സാമ്പാറിൽ കറി മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അയ്യാനെ ഇങ്ങോട്ട് വാ. അയ്യാൻ പാടങ്ങട്ട്. അവൻ എപ്പോഴും അവൾ സ്കൂളിൽ പോകുമ്പോൾ അവിടെ പോയി നിൽക്കും അവൻ. ഫ്ലവർ പൊരിച്ച എണ്ണ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഇന്നലെ മുറിച്ച് വെച്ച് നമ്മുടെ വാഴക്കൂമ്പുണ്ടല്ലോ, അത് തോരൻ വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. വീഡിയോ കുറേ ഡിലീറ്റ് ആക്കാനുണ്ട്, വെറുതെ കട്ടായി പോകും. പച്ചമുളകൊക്കെ തേങ്ങൻ്റെ കൂടെ ചതച്ചിട്ടാണ് കേട്ടോ ഞാനിടുക. ഇതിപ്പോൾ സബോള, കടുക്, കുറച്ച് മല്ലിയിൽ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഗ്യാസിലാവുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഓവറായി തീ കത്തിയാൽ ചിലപ്പോൾ അടി അങ്ങോട്ട് മൊരിയും കരിയും ഒക്കെ ചെയ്യും. ഞാനിതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടേ. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ വാഴക്കൂമ്പ് കൊട്ടി കൊടുക്കാം കേട്ടോ. നല്ലോണം ഇളക്കിയെടുക്കട്ടെ. നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഞാൻ ഒരു ശകലം വെള്ളം കുടഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൈ കൊണ്ടൊന്ന് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓ, തേങ്ങ, കുറച്ച് നല്ല ജീരകം, ഒരു 3 പച്ചമുളക്, പിന്നെ ഇതത്ര ഒരു 3 അല്ലി വെളുത്തുള്ളി കേട്ടോ. ചെറിയൊരു അല്ലിയാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒതുക്കി വെച്ച തേങ്ങക്കൂട്ട് ഇട്ട് കൊടുക്കാം. സ്പൂൺ കൊണ്ട് പണിയെടുക്കണമെങ്കിൽ എന്നാലേ അത് വീഴുള്ളൂ. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കട്ടെ. അപ്പോൾ ഉപ്പും എരിവും മുളകും ഒക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. തോരനൊക്കെ ആയി. ഇനി ഞാൻ വേഗം പാലെടുക്കാനൊക്കെ പോട്ടെ. വന്ന് കഴിക്കാനിരിക്കേണ്ട ആൾ വന്നിട്ട്. അപ്പോൾ ഉച്ചക്കത്തിലുള്ള വീഡിയോ ഇനി വന്നിട്ട് ചെയ്യാമല്ലേ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഇനി ക്ലീനിങ് പണികളൊക്കെ വന്നിട്ടാണ് കേട്ടോ. ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്യണം, എല്ലാം വൃത്തിയാക്കാനുണ്ട്, എല്ലാം വന്നിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ക്ലീനിങ്ങും പെട്ടെന്നൊക്കെ കഴിച്ചു കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ശരിയാവില്ലൊക്കെ കഴിക്കുമ്പോഴേക്കും തന്നെ ക്ലീനിങ്ങൊക്കെ കഴിച്ചു. ഇനി പാലെടുക്കാൻ പോട്ടെ. ഇവിടെ അടിക്കലും തുടയ്ക്കലും ഒക്കെ ഞങ്ങളങ്ങനെ തോട്ടത്തിലെത്തിയിട്ടാണ്. അപ്പോൾ അത് ചൂരക്കോടാണ്, മതിലകം എസ്റ്റേറ്റ് എന്ന് പറയും. അവിടെ ആ എസ്റ്റേറ്റിൽ കയറുന്ന അവിടെ തന്നെ ഗ്യാസ് ഏജൻസി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക കന്നാസ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഞാനും അയ്യാനും കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഈ കാണുന്ന റബ്ബറാണ് കേട്ടോ ഞങ്ങൾ പാലെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അയ്യാൻകുട്ടിനെയും കൊണ്ട് പാലെടുക്കാൻ വരാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അവൻ ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുകയൊന്നുമില്ല, ഇങ്ങനെ ഓടിച്ചാടി കളിക്കലൊക്കെയാണ്. അങ്ങനെ പാലെടുക്കലൊക്കെ കഴിഞ്ഞതാ വീട്ടിലൊക്കെ എത്തി. അപ്പോൾ ഞാൻ കഞ്ഞിയാണ് കേട്ടോ കുടിക്കുന്നത്. ചൂട്ടോടെ കഞ്ഞി കുടിക്കാൻ തോന്നി. കൊണ്ടാട്ടമുളക് വറുത്തത് കൊണ്ട് വാഴക്കൂമ്പ് ഉപ്പേരിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഇത് രാത്രി മക്കൾ ഊണ് കഴിക്കാം കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ 2 പപ്പടമൊക്കെ പൊരിച്ചു കൊടുത്തു. അപ്പോൾ 3 പേരും കൂടി ഇരുന്നിട്ട് അവർ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ.